നമസ്കാരം. തെറ്റുതിരുത്താനുള്ള CPM ആഹ്വാനം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പോലും അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് സൂചനകൾ പുറത്തുവരുന്നത്. വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി സമ്മാനിച്ചത് എന്ന വിലയിരുത്തൽ CPMൽ തന്നെ ഉയർന്നു. ഇത്തരം തെറ്റുകൾ ആവർത്തിക്കരുത് എന്നായിരുന്നു നിർദ്ദേശം. ഇത് ആദ്യമായി ലംഘിക്കുന്നത് ഒരു സെക്രട്ടേറിയറ്റ് അംഗമാണ്, M. സ്വരാജ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് നടത്തിയത് ഏറ്റവും അവമതിപ്പുണ്ടാക്കുന്ന പ്രസ്താവനയാണ് എന്നാണ് പാർട്ടി പ്രവർത്തകരും പറയുന്നത്. ഈ പരിഹാസത്തിനെതിരെ ഗവർണർ നിയമ നടപടിയും ആലോചിക്കുന്നു. ഈ വിഷയം രാജ്ഭവൻ വിശദമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. ചിത്തഭ്രമമുള്ളവർക്ക് MP-യോ MLA-യോ ആകാൻ കഴിയില്ല എന്ന് ഭരണഘടന പറയുമ്പോൾ അത്തരക്കാർക്ക് ഗവർണറാകാൻ കഴിയില്ലെന്ന് ഭരണഘടന പറയുന്നില്ല. ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറാകുമെന്ന് കണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആളുകൾ ദീർഘവീക്ഷണത്തോടെയാണ് അത്തരം വ്യവസ്ഥകൾ ഒഴിവാക്കിയത് എന്നായിരുന്നു സ്വരാജിൻ്റെ പരിഹാസം. സ്വരാജിൻ്റെ ആക്ഷേപം എല്ലാ അതിരുകളും വിടുന്നതാണ് എന്ന വിലയിരുത്തലാണ് പാർട്ടിയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. സ്വരാജിൻ്റെ പ്രസ്താവന രാജ്ഭവൻ പരിശോധിക്കുന്നു. മാനനഷ്ട കേസ് കൊടുക്കുന്നതും പരിഗണിക്കുന്നുണ്ട്. നിലവിൽ സ്വരാജ് ജനപ്രതിനിധിയല്ല. എങ്കിലും ഈ കടന്നാക്രമണം രാഷ്ട്രപതിയുടെ ശ്രദ്ധയിലും കൊണ്ടുവരും. ഗവർണർക്കെതിരായ കലാപാഹ്വാനവുമായി ഇതിനെ രാജ്ഭവൻ എടുക്കുന്നു. പോലീസിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ലെന്നും അറിയാം. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിച്ച് സ്വരാജിനെ കുടുക്കാനും ആലോചനകൾ ഉണ്ട്. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭരണഘടന വായന സമകാലീന ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുമ്പോഴായിരുന്നു സ്വരാജ് പരിധിവിട്ട പരാമർശം നടത്തിയത്. ഗവർണറെ കേരളത്തിൽ ആരും ഇത്തരത്തിൽ തരംതാണ ഭാഷ ഉപയോഗിച്ച് വിമർശിച്ചിട്ടില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കേരള ഗവർണർക്ക് ഇടയ്ക്ക് പ്രത്യേകമായ മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം 2 കൊല്ലം മുൻപ് CPMനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചു. വൈദേശിക ആശയത്തെ മുറിക്കപ്പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അദ്ദേഹത്തിൻ്റെ വിമർശനമല്ല, RSSൻ്റെ വിമർശനമാണ്. ഗവർണറാണെങ്കിലും വിവരദോഷം ഉണ്ടാകാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല എന്ന് സ്വരാജ് പറഞ്ഞു. ഈ വാചകങ്ങൾ പരിധി വിടുന്നതല്ല, എന്നാൽ ചിത്തഭ്രമത്തിലെ പരാമർശം കൈവിടുന്നതാണ്. അത് ഒഴിവാക്കേണ്ടതാണെന്ന അഭിപ്രായം CPMൽ പോലുമുണ്ട്. വൈദേശിക ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് കേരളത്തിലെ CPM എന്ന ഗവർണറുടെ മുൻകാല പരാമർശത്തെ വിമർശിക്കവേ ആയിരുന്നു സ്വരാജിൻ്റെ വാക്കുകൾ. വിവരദോഷം ഇപ്പോൾ ഗവർണറാണെങ്കിലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല എന്ന് സ്വരാജ് പറഞ്ഞു. MLA-യും MP-യും അതുവഴി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും സ്പീക്കറുമൊക്കെയായി ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം. അക്കാര്യം ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ യോഗ്യതകളിൽ ഒരു യോഗ്യത സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം എന്നാണ്. ചിത്തഭ്രമം ഉണ്ടായിരിക്കാൻ പാടില്ല, ഭ്രാന്തുണ്ടാവാൻ പാടില്ല എന്നതാണ്. എന്നാൽ ഈ നിബന്ധന ഇല്ലാത്ത ഒരേയൊരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ. അത് ഗവർണറുടേതാണ്. ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധനയില്ല. അത് വളരെ കൗതുകകരമായി തോന്നി. ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ദീർഘവീക്ഷണം ഉള്ള ആളുകൾ ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണർ ആകുമെന്ന് കരുതിയിട്ടോ മറ്റോ ഈ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഗവർണറാകാൻ 35 വയസ്സ് തികയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഗവർണറുടെ കാര്യത്തിൽ സ്വരാജ് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിയെ പരിഹസിക്കുകയും ഇത്തരത്തിൽ ചിത്തഭ്രമമുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു CPM നേതാവിൻ്റെ വാക്കുകൾ ഇപ്പോൾ CPMന് വീണ്ടും തലവേദനയായി മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നംപാടി നിൽക്കുന്ന അവസ്ഥയിൽ മുഖ്യമന്ത്രിക്കെതിരെയടക്കം, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയടക്കം, പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയടക്കം പല രീതിയിലുള്ള ആരോപണങ്ങൾ പാർട്ടി പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്ന ഈ ഒരു അവസരത്തിലാണ് M. സ്വരാജ് ഇത്തരമൊരു കാര്യം പറയുന്നത്. ഇതിപ്പോൾ രാജ്ഭവൻ കാര്യമായി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ നടപടികളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒരു സംസ്ഥാന ഭരണാധിപനെ ഇത്തരത്തിൽ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നത് ഒരു ജനപ്രതിനിധി പോലും അല്ലാത്ത വ്യക്തിയാണ് എന്നതാണ് മറ്റൊരു കാര്യം. CPM എന്ന പാർട്ടിയുടെ നേതാവിന് വായിൽ തോന്നിയതെന്തും ആരെക്കുറിച്ചും വിളിച്ചു പറയാം എന്നുള്ള ധാർഷ്ട്യവും അഹങ്കാരവുമാണ് ഇതിന് പിന്നിൽ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ജനങ്ങളാണ് തോറ്റത് എന്ന് M. സ്വരാജ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. തങ്ങൾ തോൽക്കുമ്പോൾ ജനങ്ങൾ തോറ്റു എന്ന് പറയുന്ന വളരെ വിചിത്രമായ ഈ രീതി, ന്യായീകരണം ഒക്കെ തന്നെ ജനങ്ങൾ വീണ്ടും തള്ളിക്കളഞ്ഞതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM കണ്ടത്. ഈ പരാജയ ചരിത്രവും പരാജയ വർത്തമാനവും തുടരാനേ ഇതൊക്കെ ഉപകരിക്കൂ എന്നും ചില പാർട്ടി നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്.